ഞാൻ നിങ്ങളുടെ സ്വന്തം എൽസാഫ് ബസോർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തൊട്ട് മുന്നേ കണ്ട ആ വാഹനം ഉണ്ടല്ലോ, ഒരു കിടിലം വണ്ടി തന്നെ. അതായത് ഒരു ജിപ്സിയാണ്. അത് നമ്മുടെ ആറാൻഡി ഓഫ് റോഡ് ക്ലബ്ബിലെ സാം കുര്യൻ സാറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ സാറ് നമ്മളോട് ആ വാഹനത്തിൽ ഈ എപ്പിസോഡിലൊന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഞാൻ നേരത്തെ നമ്മുടെ കോളേജിൽ ഒരു ആവശ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ജൂനിയർ ഗ്രേഷ്മ എന്ന് പറഞ്ഞ കുട്ടിയുമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ജോയിൻ ചെയ്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കിടിലൻ അടിപൊളി വണ്ടി, അതായത് ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ലെവൽ വണ്ടിയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. So why the name Crab? Okay. Crab എന്താ ചെയ്യുന്നത്? How does it walk? Any direction? Every direction? It can go back, it can go sideways. Yeah. So basically ഈ വണ്ടിയുടെ മെയിൻ difference compared to other vehicles is that in the backilum it has got a steering. Means you can turn the rear also. Okay. So basic advantage ennu paranjal, if you have to take a very sharp turn in a competition or അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ you can use the rear steer to turn left and use your front steering to turn right. അപ്പം എളുപ്പം തിരിഞ്ഞു പോരും. I'll show you how it works. ഇപ്പം it is a fully hydraulic system which is used. എന്ന് പറഞ്ഞാൽ റെയർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റിയറിംഗ് വരുന്നില്ല. സോ I can just show you. Basically ഈ കാണുന്ന ലിവർ, this is what we use for rear steering. In the center position ഇട്ട് കഴിഞ്ഞാൽ the wheel will be straight. So basically this vehicle is a Maruti Gypsy. നിങ്ങളെല്ലാം Maruti Gypsy കണ്ടിട്ടില്ല? അപ്പം മാരുതി ജിപ്സി എന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ചേഞ്ചസ്. സസ്പെൻഷനിൽ വ്യത്യാസമുണ്ട്, സ്റ്റിയറിങ്ങിൽ വ്യത്യാസമുണ്ട്, ദ ടയേഴ്സ്, എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. ബേസിക്കലി ഇത് നമുക്ക് റോഡിൽ കൂടെ ഓടിച്ച് നടക്കാൻ വേണ്ടിയല്ല. സോ എനിബഡി തിങ്കിങ് ദാറ്റ് ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് റോഡിൽ കൂടെ ഓടിക്കാന്ന് പറഞ്ഞാൽ നോ, ദീസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ ഓഫ് റോഡ്. ഓക്കെ, അപ്പം റോഡിലോട്ട് എങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ ട്രാക്കിലോട്ട് എങ്ങനെ കൊണ്ടുപോകും, വി ടേക്ക് ഇറ്റ് ഓൺ ട്രക്സ്. ഓക്കെ. And now today evening these will be trucked to Chennai. There's an event coming up called Palar Challenge. It's again a very tough event organized by Terra Tigers in Chennai. So and we'll all will be going by 9th. The event will start on 10th onwards. So yeah. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ബേസിക്കായിട്ട് ഇപ്പം പറഞ്ഞത് the difference. Now if you see it has got a coil spring suspension. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു കാണുമല്ലോ വാട്ട് ഇസ് കോയിൽ സ്പ്രിങ് അല്ലെങ്കിൽ യു ആർ എ മെക്കാനിക്കൽ എഞ്ചിനീയർ, നോ? യു ആർ സ്റ്റഡിങ് ഇറ്റ്. ഓക്കെ. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രിങ്സ് കംസ്. ഓക്കെ, വൺ ഇസ് എ കോയിൽ സ്പ്രിങ്, വൺ ഇസ് എ ലീഫ് സ്പ്രിങ്, ആൻഡ് ദെൻ വാട്ട് ഇസ് അനദർ തിങ് ഇസ് എ ടോർഷൻ ബാർ. കേട്ടിട്ടുണ്ടോ? നോർമൽ കാസിലൊക്കെ വരുന്ന ടോർഷൻ ബാർസ്. ആൻഡ് ലീവ് സ്പ്രിങ് വരുന്നത് വലിയ വണ്ടികളായിരിക്കും. നോർമലി വലിയ വണ്ടിയിലല്ല, പഴയ ജീപ്പിലൊക്കെ ലീവ് സ്പ്രിങ് വരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇൻഡിപെൻഡന്റ് സസ്പെൻഷനിലേക്ക് മാറുമ്പോൾ കോയിൽ സ്പ്രിങ് വരും. സോ ദിസ് ഇസ് നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ, ബട്ട് ഇറ്റ്സ് എ 4-link സസ്പെൻഷൻ. സോ ഈ ലിങ്കേജ് ഉണ്ട്, ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ എ കോയിൽ ആൻഡ് എ നോർമൽ ഷോക്ക് അബ്സോർബർ. ഓക്കെ. Then if you say difference, if you see the tires, this is called MT tires. MT stands for Mud-Terrain. Yeah. So basically Mud-Terrain എന്തിനാ യൂസ് ചെയ്യുന്നത്? What will be the advantage? Slush. More traction. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ടയേഴ്സ് ആണെങ്കിൽ, ലെറ്റ്സ് സേ ഹൈവേ ടയർ, ഇതിൻ്റെ ഈ ഒരു ലഗും ഈ ഒരു ലഗിൻ്റെ ആ സ്പേസിങ് ഉണ്ടല്ലോ, നോർമൽ ടയേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ വാട്ടറും, അപ്പോൾ ഈ ചെളിയും എല്ലാം കയറിയാൽ അതിനകത്ത് അടഞ്ഞിരുന്ന് കഴിയുമ്പം ഇറ്റ് വിൽ ബിക്കം ലൈക്ക് എ ബോൾ ടയർ. then you will lose traction. അപ്പോൾ ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് ഈ സ്പേസിങ് ഈ ലഗിൻ്റെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഈ ചെളി ഇതേ പറ്റി ഇരിക്കത്തില്ല. മൊമെൻറ്റ് ദ ടയർ റൊട്ടേറ്റ്സ് അതങ്ങ് താഴെ പോയിക്കൊണ്ടിരിക്കും. സോ ദ ഗ്രിപ്പ് ഈസ് ഓൾവേസ് ദേ. പിന്നെ ടു എക്സ്പ്ലെയിൻ so this is basically this is called the come-up winch. Come-up is the name of the manufacturer. This operates fully electrical. എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കറണ്ടിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് how do you operate? Agatha, there's a switch. I'll show you how it operates. And I think this vehicle have two winches. Yeah, it has got a rear winch and a front winch. Okay. And it has got 3 batteries. Oh, 3 batteries. Okay. One at the rear just for the vehicle to start and for the lights and all that. That works in 12 volts. And also
It has got 2 batteries in the front under the hood. Pull it. Yeah. So these 2 batteries, they are used for the front and rear range. Okay. Why 2 batteries? Power is required. Power is required. So what we done is we have given it a connection and made it into 24 volt. Okay. 12 and 12. Then 12 and 12. alternator work ചെയ്യുന്നു. So it has got 2 alternators also. So it has got an alternator from Volvo, that is the 24 volt alternator, which will charge just these 2 batteries. And also it has got the normal alternator to charge for the vehicle use പുറകിലത്തെ batteryക്ക് വേണ്ടി. So it has got a 24 volt system for the winch. This is actually a 12 volt motor, but we are giving 24 volt so that the speed will be more. Yeah, because in competition finally winching ചെയ്ത് നമ്മൾ കയറി പോവാണെങ്കിലും it is the total time from start to finish, how fast you do than your competitors, that is where the winning matters. Lap time. Yeah. So and inside all the features I'll show you. Then this is the snorkel. So this is the snorkel. Snorkel എന്ന് പറഞ്ഞാൽ it is an air intake system. Okay. ഒരുപാട് പേർക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ട് ഇതിനെപ്പറ്റി Yeah. എക്സ്റ്റൻഷൻ ഓഫ് എക്സോസ്റ്റ് പൈപ്പ് ആണെന്ന്. I think most of in the RTO itself ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്ന കാണുമ്പം they'll think എന്തിനാ ഈ എക്സോസ്റ്റ് നിങ്ങൾ മുകളിലോട്ട് വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബേസിക്കലി ഇത് എക്സോസ്റ്റ് അല്ല. ദൈവം നമ്മുടെ മൂക്ക് ഈ മുകളിൽ കൊണ്ട് ഫിറ്റ് ചെയ്തേക്കുന്നത് ബേസിക്കലി നമ്മളൊരു ഇത്രയും വെള്ളം വന്നാലും നമുക്ക് നടന്നു പോവാം. അപ്പം യൂഷ്വലി നോർമൽ വെഹിക്കിൾസിന് ഈ പറയുന്ന ആ മൂക്കില്ല, അത് അകത്താണ് വരുന്നത്. അപ്പോൾ ഒരു ഇത്രയും വെള്ളം വന്നാൽ തന്നെ വണ്ടി നിന്ന് പോകും. യാ, സോ ദാറ്റ് ഈസ് വൈ അതിനൊരു കണക്ഷൻ ആ എയർ ഇൻടേക്കിന് കൊടുത്ത് ആ മണ്ടേ വരെ ഇത് ബേസിക്കലി ആ ഒരു ഹൈറ്റിൽ വരെ വെള്ളം വന്നാലും വി ക്യാൻ ഒരു പ്രശ്നമില്ല. ആൻഡ് ദെൻ വി ഹാവ് ടു ഡു ലിറ്റിൽ സീലിംഗ് ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് വൈ ദീസ് വെഹിക്കിൾസ് ഈ പറഞ്ഞ 2018 ഫ്ലഡിലും ഓൾസോ ദ റീസെൻറ്റ് വൺ ഇങ്ങനത്തെ ഫ്ലഡിനൊക്കെ where these can reach anywhere than normal vehicles. And since we are all adventure drivers, our club did a lot ഈ പറഞ്ഞ ഫ്ലഡിൻ്റെ ടൈമിൽ. We were able to help a lot of people. You're our saviors. Saviors, we gave our numbers. You won't believe it, 2018 ഫ്ലഡിന് we just gave 2 of our numbers. And a friend, Sharath, our club member, the amount of calls we received, okay, usually from children who is abroad and their parents are here, they were so worried. ഞങ്ങൾക്ക് in a second I used to അല്ലെങ്കിൽ 2 സെക്കൻഡ് 2 കോൾ വെച്ചായിരുന്നു. So wherever we could reach and we reached there and were able to save. We were totally ഒരു 35 പേരെ old people who were stuck in their second floor and all, we were able to save. So that is also ഈ ഓഫ് റോഡിങ് കോമ്പറ്റീഷൻ പോകുന്നത് മാത്രമല്ല, this kind of ഇങ്ങനത്തെ സിറ്റുവേഷനിലും വി കുഡ് യൂസ് ദീസ് കൈൻഡ് ഓഫ് വെഹിക്കിൾസ്. ആൻഡ് അങ്ങനെയുള്ളൊരു സമയത്ത് മാത്രം only with the request of the collector അല്ലെങ്കിൽ from the police or from the fire department we were use these vehicles with their permission. Okay, otherwise we don't use these vehicles on road other than competition. Yeah, I'll explain. ഇതിനകത്ത് ഇപ്പോൾ സ്നോക്കിൽ പറഞ്ഞല്ലോ, there are certain things നിങ്ങൾ എൻ്റെ പുറകെ നോക്കുമ്പോൾ അതെല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഈ ഒരു തുമ്പ പോലെ കാണുന്ന സാധനം, ദിസ് ഇസ് കോൾഡ് ദി ഗ്രൗണ്ട് ആങ്കർ. ദിസ് യു ക്യാൻ ലിഫ്റ്റ് ഇറ്റ് ആൻഡ് റിമൂവ് ഇറ്റ്. ഐ എം നോട്ട് ലിഫ്റ്റിംഗ്, ഇറ്റ്സ് ഹെവി. അപ്പോൾ ഈ തുമ്പ പോലെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദർ ഇസ് ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാലും ആൻഡ് യു സ്റ്റിൽ വാണ്ട് ടു ക്ലൈംബ് അപ്പ്, യു ക്യാൻ യൂസ് യുവർ വിഞ്ച്. ഇത് പോയി അവിടെ എവിടെയെങ്കിലും കുഴിച്ച് വെച്ചിട്ട് യൂസ് യുവർ വിഞ്ച് കേബിൾ ഓൺ ടു ദിസ്, എന്നിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് വണ്ടി കയറിപ്പോവാം. സോ എസ്പെഷ്യലി ഇൻ കോമ്പറ്റീഷൻ വി ഹാവ് ടു ഹാവ് ദിസ്. കാരണം എല്ലായിടത്തും ചിലപ്പം നമുക്ക് ഹുക്ക് ചെയ്യാനോ വിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാണത്തില്ല. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ദി ഗ്രൗണ്ട് ആങ്കർ. ഗ്രൗണ്ട് ആങ്കർ, യാ. ആൻഡ് നെക്സ്റ്റ് വൺ വാട്ട് യു സീ ഈസ് ഇറ്റ് ഈസ് കോൾഡ് ദി ഹൈ ലിഫ്റ്റ് ജാക്ക്. ഈ ഒരു ജാക്ക് ഞാൻ എടുക്കുന്നുണ്ട് വെളിയിൽ. ബേസിക്കലി ഇറ്റ്സ് എ 42-inch ജാക്ക്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ജാക്കി ഒരു മാക്സിമം എത്ര പൊക്കാൻ പറ്റും? വളരെ കുറച്ച്. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ വി നീഡ് എ ലോങ്ങർ ജാക്ക്. ചിലപ്പം വണ്ടി ലിഫ്റ്റ് ചെയ്യാനോ ടയർ ചേഞ്ച് ചെയ്യാനോ അത്രയും പൊങ്ങിയാലേ ഉള്ളൂ വി കൻ യൂസ്. സോ അത് അവിടെ വെച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. വി റിമൂവ് ഫ്രം ദ ഹുക്ക് ഇറ്റ് അണ്ടർ ദ ബോഡി ആൻഡ് യൂസ് ഇറ്റ്. യാ. ദെൻ വാട്ട് ഇസ് ദെയർ ഇസ്, യാ, ദിസ് ഇസ് കോൾഡ് ദി ladder.
ഓക്കെ. ഈ ലാഡർ ഇപ്പം എവിടെയെങ്കിലും കയറിപ്പോൻ പ്രയാസമുള്ളിടത്ത് ഈ പുട്ട് ദീസ് ലാഡേഴ്സ് ട്രാക്ഷൻ കുറവോ അല്ലെങ്കിൽ കയറാൻ പറ്റാത്തടത്ത് ഈ ലാഡർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കയറും. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ഫൈബർ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ. ആൻഡ് ഇതാ ടോൾഡ് യു റെയർ പാർട്ടിൽ പിന്നെ see it is got, this is called the rear winch. Winch in the rope ഇത്. Okay, and you see even the petrol, the tank is lifted up so വെള്ളം കയറാതിരിക്കാൻ വേണ്ടി. The mouth is here. Okay, your spare tire. So and yeah, basically from outside these are, and the rear steering which I've told you, it is here. It is again working fully on hydraulic. Okay, and something more it has got is a differential locker. Basically, when we say four-wheel drive vehicle nu parayumbam, actually all four wheels are not powered at the same time. എൻഗേജ് ചെയ്യുമ്പോൾ മാത്രമേ എൻഗേജ് ചെയ്ത ഫോർ വീൽ ഇട്ടാലും മാത്രമേ അല്ല, നോ, ഓൺലി ബാക്കിലെ ഏതെങ്കിലും ഒരു വീല് ഫ്രണ്ടിലെ ഏതെങ്കിലും ഒരു വീലേ കണക്റ്റഡ് ആകത്തുള്ളൂ. So what the differential does is that എവിടെയാണ് ഈസി ആയിട്ട് ആ വീലിന് ടേൺ ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ് ഗിവ്സ് ദ ഡ്രൈവ് ടു ദാറ്റ് പർട്ടിക്കുലർ വീൽ, മേ ബി ലെഫ്റ്റ് ഓർ റൈറ്റ്. സെയിം തിങ് ഹാപ്പൻസ് ഇൻ ദ ഫ്രണ്ട്. സോ വൈ ഡിഫറൻഷ്യൽസ് ആർ മെയ്ഡ് ലൈക്ക് ദാറ്റ്, രണ്ട് വീലും ഒരുപോലെ കറങ്ങിയാൽ ഇഫ് യു ടേക്ക് എ ടേൺ ഓൺ റോഡ്, വാട്ട് ഹാപ്പൻസ്, ഒരു ടയർ റബ്ബ് ചെയ്ത് the vehicle can even topple or marine. So that is why the main thing what the differential do, it cuts off power, I mean drive to a particular vehicle where it is giving more traction or either. So yeah, per road kada odukumbol normal ella carsinum on this differential. So in a four wheel drive vehicle, differential does the same thing, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മേ ബി ലെഫ്റ്റ് or maybe right it works. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പം we fix called differential locker inside. അതെന്തോ ചെയ്യുന്ന പറഞ്ഞാൽ once you activate that, both the wheels in the rear and both the wheels in the front will work together. Okay, and so that is so that all four wheels will be having drive and it will be able to climb up. Okay, and ഇനിയും ഞാൻ അകത്തോട്ട് കയറിയിട്ട് I'll explain. നെക്സ്റ്റ് നമ്മൾ റിയർ സ്റ്റിയറിംഗിന്റെ വർക്കിംഗ് ഒന്ന് കാണാം. Basically I have to start the vehicle. So now the lever is in center position. Center position ആകുമ്പോൾ വീല് ബാക്കിൽ it will be straight. Suppose I want to turn left. Okay. Now it is turned left. Now if I want to bring it back to the center. What is the center? Yeah. Now if I want to turn right. Yeah. Again I bring it back to center. Center. So this is how the rear steering works. It's a fully hydraulic mechanism. So now you'll see this is my cockpit. This is from my where I do control everything. അപ്പോൾ ഇതിനകത്ത് പല സ്വിച്ചസ് നിങ്ങൾക്ക് കാണാം. Okay. You can see these fiddle switches. This totally works on the air എന്ന് പറഞ്ഞാൽ compressors. So basically if I want to cut the one side of a brake, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിലെ ബ്രേക്ക് you want to brake it, you can use these. ഇത് fiddle brakes എന്ന് പറയും. So this is for the left brake, this is for the right brake. Now why are these brakes required just for one wheel at the rear? എന്ന് ചോദിച്ചാൽ in competition, suppose you are not using your rear steering, you want to take a very sharp turn to the right. So which brake at the rear you use? No. Right one. Okay. So right one brake പിടിച്ചു കഴിയുമ്പോഴത്തേക്കിന് when you accelerate, what will happen, where the diff gives the power to left side. Yeah. So it will help in turning faster. Sharp turn faster. അപ്പോൾ അങ്ങനെ, so these are fiddle brakes we can use. പിന്നെ ഇവിടെ കാണുന്ന, see I explained earlier, it has got a 24 volt system. അപ്പം this is it is showing that now it is 25.8. This is for my winches. This is 12 volt. This is at the rear for the vehicle. Third battery. Yeah, and here what you see, this is called free spool. This is basically for both the winches. Okay.
ഇപ്പോൾ ആ റോപ്പേ പോയി വലിച്ചാൽ ഇറ്റ് വോണ്ട് കം ഔട്ട്. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് ടു ഫ്രീ സ്പൂൾ. എന്നാലേ ഉള്ളൂ ആ റോപ്പ് ഫ്രീ ആയിട്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ആ ഇത് പുറകിലത്തെ റെഡ് വെഞ്ചിൻ്റെയും ഇത് ഫ്രണ്ടിലത്തെ വെഞ്ചിനും യൂസ് ദാറ്റ്. ഓക്കെ, മനസ്സിലായോ? ഫ്രീ സ്പൂൾ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ദ റോപ്പ് ഔട്ട് ആൻഡ് ദെൻ വെൻ യു വിഞ്ച് ഇൻ യു ഹാവ് ടു സ്വിച്ച് ഇറ്റ് ഓഫ് അഗൈൻ. യു ഹാവ് ടു ലോക്ക് ഇറ്റ് അപ്പ് അഗൈൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി winch remote. Okay, so you can see out and in. So if you want to take it out, you push it forward, take it in, you have to push it in. So it is hand operated. That's how the electric winch works. ഈ അങ്ങ് അറ്റത്ത് കാണുന്നത് it is the meter air pressure കാണിക്കുന്ന. It's a compressor gauge. It has got a compressor behind and also the air tank. Okay, you can use ഇത് നമുക്ക് ടയറൊക്കെ എയർ ഫില്ല് ചെയ്യണമെങ്കിൽ അതിനും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓൾ ദ പാനൽ സ്വിച്ചസ് ആർ ഹിയർ. സോ ദാറ്റ് ഇസ് ദ കംപ്രസർ സൗണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും വെൻ ദ പ്രഷർ ഡ്രോപ്സ് ഓൺ ദി മീറ്റർ. സോ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓട്ടോമാറ്റിക്കലി. നൗ ദിസ് ഇസ് ദി കട്ട് ഓഫ് സ്വിച്ച്. ഇൻ കേസ് ഓഫ് എൻ എമർജൻസി വണ്ടി ടോപ്പിൽ ചെയ്തോ എന്തെങ്കിലും ആയാലോ. I'm starting the vehicle now. Yeah. So to start the vehicle, basically you have to switch it on. എന്നിട്ട് വേണം ignition കൊടുക്കാൻ. So suppose in an emergency situation, ഇത് cut off ചെയ്ത all power systems, yeah, everything will stop. So okay, so ഇവിടെ നിന്ന് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും so ഇവിടുന്ന് വരെ യൂസ് ചെയ്യാം. And it has got a fire extinguisher below in case of fire. പിന്നെ ഇവിടെ കാണുന്നതല്ല, ഇറ്റ്സ് എ കട്ട് ഓഫ് സ്വിച്ച് ഫോർ ദ വിഞ്ചസ്. കാരണം വിഞ്ച് എപ്പോഴും ഇറ്റ്സ് കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ ബാറ്ററി. അപ്പോൾ നമ്മുടെ കൈകളിൽ തട്ടി അത് ഓൺ ആയിരിക്കാൻ വേണ്ടി ഇറ്റ് ഇസ് ഗോട്ട് എ ഡയറക്റ്റ് കട്ട് ഓഫ് സ്വിച്ച് ഫോർ ദ റെയർ വിഞ്ച് ആൻഡ് ദി ഫ്രണ്ട് വിഞ്ച്. ഓക്കെ, ദിസ് ഈസ് ബേസിക്കലി യുവർ 4-wheel drive ഗിയർ. ഓക്കെ, ഇറ്റ് ഇസ് ഗോട്ട് 4 low, ന്യൂട്ടർ, 4H ആൻഡ് 2 high. ഓക്കെ, ഇത് നിങ്ങൾക്കറിയോ ഇപ്പം ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്? 4L എക്സ്ട്രീം ഓഫ് റോഡിങ്. Yeah, and then 4H is with the normal torque, 4-wheel will be on, and 2H is basically on 2-wheel ആയിട്ട് ഓടിക്കുമ്പോൾ. Yeah, and these are different switches for engine instruments, fuel tank and extra, direct without relay work ചെയ്യാൻ വേണ്ടി. This is for the compressor, power switches. ഇവിടെ അടി കാണുന്നത് I told you, I explained what is the locker. So ഇത് താഴോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് the locker will be on. That's why the light is on. Off AM then off. Okay. This is for the front locker. Okay. This is for the rear locker. Okay. ഇതെല്ലാം pneumatic. Yeah, differential locking works totally pneumatic. അത് അവിടെ pneumatic പുഷ് വെച്ചിട്ടുണ്ട്, അങ്ങനെ അത് വർക്ക് ചെയ്യും. All these modifications customized അല്ലേ? Yeah, everything is customized. പുറകിലത്തെ നമ്പർ പ്ലേറ്റ് കണ്ടു, പഞ്ചാബ് രജിസ്ട്രേഷൻ. I think this was bought from Punjab. That's right. This vehicle earlier belonged to I think India's champion in RFC, that is Mr. Gurumit Virdi. He is a close friend of mine. So he had put up for sale, and that is how I am interested. So I bought it from him. After I got it from him, I just did up and checked and did all the body work and അങ്ങനെ electricals total ഒന്നുകൂടി എൻ്റെ രീതിയിൽ വൃത്തിയാക്കി കസ്റ്റമൈസ് ചെയ്തെടുത്തു. So this is a fusion between R&T and the main guys called Riot Off-Roaders in Punjab. So okay, and the one vehicle which is next to me, the Cobra, അതിനെപ്പറ്റി ഞാൻ ഒന്ന് പറയാം. So that is a diesel vehicle. So basically this was the vehicle I used to use, and I won the 2 RFC diesel category. So 2017 and 2019. അപ്പം ഈ കൊല്ലം I am planning to do it on the petrol. So because so I'll be using the crab. Yeah. Then this is Cobra. Yeah, I've named it Cobra. So because Cobra again? അത് ഇവിടുന്ന് ഫ്രണ്ട് ചെയ്യുന്ന if you have a look, ആ ഒരു look ഉണ്ട്. Yeah. So that is why. Yeah. Yeah. And പത്തി വിടർത്തി നിൽക്കുന്ന പോലെ ആ 2 മഡ്ഗാർഡ് വെച്ചേക്കുന്നത്. കിഡിലെ വീഡിയോ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വാഹനം ഇത്ര ലെവലായിട്ട് നന്നായിട്ട് ഓഫ് റോഡിങ് വാഹനത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ കുറേ സ്വിച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിച്ചല്ലോ. അത് മാത്രമല്ല ഗ്രൗണ്ട് ആങ്കറിൻ്റെ ഉപയോഗം,
പിന്നെ മറ്റേ ജാക്കിൻ്റെയൊക്കെ ഹൈ ലിഫ്റ്റ് ജാക്കിൻ്റെയൊക്കെ ഉപയോഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരുപാട് ലെന്ത് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലായിരുന്നു. പിന്നെ ഓഫ് റോഡിങ് വീഡിയോ ആയിട്ട് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാഹനം നമുക്ക് റോഡിലിറക്കി റോഡിലൂടെ ഓടിക്കേണ്ടതല്ല. അതുകൊണ്ട് നല്ല 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 സ്ലഷിലും നല്ല എക്സ്ട്രീം ഓഫ് റോഡിൽ ഓടിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തത്. നമുക്ക് പറ്റുമെങ്കിൽ നെക്സ്റ്റ് സാറിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്നറിയാം. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് തൊട്ട് വിട്ടേക്ക് കേട്ടോ. അപ്പം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ അൽസാഫ് ബസ്വർ സൈനിങ് ഔട്ട്. ബൈ, സീ യു ഇൻ next video.